അപ്പോൾ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അങ്ങ് എറിച്ച് നിൽക്കുന്നമ്മ, ആ ചുവപ്പ് കളറ് വെള്ളം പുല്ലൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇവിടെ ഒന്നും ഇല്ലാന്ന്, പക്ഷെ അല്ല, നമുക്ക് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടുപോകും. ഇതാണ് ഇപ്പോൾ ഉള്ള കൃഷി എന്ന് പറയുന്നത്. ഒത്തിരി ഒന്നുമില്ല, പറഞ്ഞല്ലോ, ഇത്തിരിയേ ഉള്ളൂ അല്ലേ. ഇതെല്ലാം പപ്പയുടെയാണ് കേട്ടോ. നമ്മൾ ഇതിനകത്തൊന്നും ഇടപെട്ടിട്ടില്ല. ഇടയ്ക്ക് വരുവായിരുന്നു രാവിലെ വെള്ളം ഒഴിക്കാൻ. അതെ. ഇപ്പോൾ കുറച്ച് പടവലങ്ങയൊക്കെ ഉണ്ട്. നമ്മൾ ചീര, വെള്ളച്ചീര ഉണ്ടായിരുന്നു. പടവലങ്ങ ചെടി കയറുന്നതിൻ്റെ ഒപ്പം തന്നെ ആ തടത്തിൽ വെള്ളച്ചീര നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളച്ചീര നമുക്ക് ഒരു സെറ്റ് നമ്മൾ പറിച്ചല്ലേ, അവിയലും തോരനും ഒക്കെ ആക്കിയിട്ടുണ്ട്. മുറിച്ചാട്ടം എടുക്കുന്നത്. അപ്പോൾ മുറിച്ചെടുത്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ പൊട്ടിക്കിളുത്ത് പിന്നെയും കയറി വരും. അപ്പോൾ നമുക്ക് വീണ്ടും അത് മുറിച്ചെടുത്ത് വീണ്ടും നമുക്ക് കറി വെക്കാം. ഇവിടെ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ ചോട്ടിൽ നമുക്കൊരു 3 പടവലം ആണ് കയറി നിൽക്കുന്നത്. അപ്പം കുറച്ച് പടവലങ്ങയുണ്ട്. ഇതിൻ്റെ അകത്തു നിന്നൊരു 10 പടവലങ്ങയോളം നാളെ നമ്മൾ കടയിൽ കൊടുക്കും. അതാ ഞാൻ പിന്നെ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല പടവലങ്ങ. എൻ്റെ കൈ പിടിച്ചിട്ട് കണ്ടില്ലേ, നല്ല നീളമുള്ള. താഴെ പോയി, അത് സാരമില്ല, അത് പറിക്കാൻ പോവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴും ഇവിടെ എല്ലാം ഉണ്ട്, കണ്ടോ. അപ്പം ഇങ്ങനെ വീഡിയോ ആയതുകൊണ്ടാണ് വലുതാക്കി കാണിക്കാം. ഓക്കെ, കണ്ടില്ലേ, അങ്ങോട്ടെല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് എത്ര മൂട് പടവലം ഉണ്ട്? 2, 3 മൂട്, 4, 3 അല്ല 5, 6 മൂടുണ്ട് കേട്ടോ. 9 മൂടുണ്ട് പടവലം. ഇതെല്ലാത്തിൻ്റെ ഇടയ്ക്ക് നിപ്പുണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ പയറാണ് കേട്ടോ. നമ്മുടെ വള്ളിപ്പയറുണ്ടല്ലോ, വള്ളിപ്പയറിൻ്റെ നീളം കാണിച്ചു തരട്ടെ. കണ്ടോ, നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന തോട്ടിപ്പയർ പോലത്തെ പയറാണ്. കണ്ടില്ലേ, ഇത്രയും ഉണ്ട് നീളം. അത് ചെറുതായിരുന്നു. ഇതിൻ്റെ കണ്ടോ, ഇത് കയറ് പയറോ, മീറ്റർ പയർ, അത് തന്നെ മീറ്റർ പയറെന്ന് പറയും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പരിചയമില്ലാത്ത വേറൊരു സാധനം ഉണ്ടാവും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വാളൂരിപ്പയർ. വാളരിപ്പയർ, നമ്മൾ വാളൂരിപ്പയർ എന്ന് പറഞ്ഞ് കളിയാക്കും. അതും കയറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പൂത്തിട്ടൊന്നുമില്ല, സെറ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയും ഉണ്ട് പയർ. ഈ മീറ്റർ പയർ എനിക്ക് തോന്നുന്നു ആ പപ്പയ്ക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് കുറ്റിപ്പയറാണ് കേട്ടോ. ഇത് ലത ചേച്ചിയുടെ അടുത്ത് നിന്ന്, ലത ചേച്ചിയുടെ അടുത്ത് നിന്ന് തന്നെ. ഇതിലെല്ലാം നമ്മുടെ നീറുണ്ട് കേട്ടോ. നീറിന് നിങ്ങൾ വേറെന്തോ പേര് പറയും, പുളി ഉറുമ്പോ അങ്ങനെ എന്തോ ഒരു പേര് പറയും. നമ്മളിതിനെ നീറെന്ന് പറയും, നീറ്. ഇതുമുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ പറിച്ചായിരുന്നേ, പിന്നുള്ളതാണ്. ഇതധികം ഇതായിട്ട് പോയില്ല. പിന്നെ കുറ്റിപ്പയർ എവിടെയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറ്റിപ്പയർ, കുറ്റിപ്പയർ എന്ന് പറഞ്ഞാൽ ഇട്ട, പക്ഷേ ഇത് വള്ളിപ്പയറായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇവിടെ നമ്മൾ പാവൽ കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒരൊറ്റ പന്തൽ തന്നെയാണ്. കണ്ടോ, പാവൽ വേണ്ടതൊരു പാവയ്ക്ക, നമുക്ക് ഭാഗ്യമുണ്ട് ഒരു പാവയ്ക്ക കിടക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഈ കരിയില ചുരുട്ടി കിടക്കുന്നതെല്ലാം പാവയ്ക്കയാണ്. കാണത്തില്ല, ഇരുട്ടാണ്. വേണ്ട ഇവിടുത്തെ പാവയ്ക്ക കാണിച്ചു തരാം. കണ്ടോ, ഇത് പാവയ്ക്ക. അപ്പോൾ അവിടെ ഇവിടെ എല്ലാം കരിയില ചുരുട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ചൂടല്ലേ ഇപ്പം, രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കണം. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെയും കണ്ടോ, നമ്മളെ മീറ്റർ പയറുണ്ട് ഇവിടെ. ഇതൊക്കെ പറിക്കാറായി കിടക്കുന്ന കേട്ടോ. ഓ കണ്ടോ. പിന്നെ ഇവിടെ 2-3 വാഴ ഉണ്ട്. വാഴയിൽ ഏത്തക്കൊല്ലിയും ഉണ്ട്, പക്ഷെ ചെറിയ കൊല കേട്ടോ. പക്ഷെ അധികം വളവും കാര്യങ്ങളും ഒന്നും നമ്മൾ അതുകൊണ്ട് തന്നെ കൊലയ്ക്കൊക്കെ വലിപ്പം കുറവാണ്. ഈ ഇടയ്ക്ക് ഈ ഏരിയ ഒക്കെ നമ്മൾ
ക്ലീൻ ചെയ്യിപ്പിച്ച് ആളെ നിർത്തണമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇവിടെ എല്ലാം കപ്പ ഇടാനുള്ള പ്ലാനുകളാണ്. കപ്പത്തടിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഏരിയ ഫുള്ളും കപ്പയും കാച്ചിലും ചേമ്പും ഒക്കെ ഇടാനുള്ള പ്ലാനിലാണ് കേട്ടോ. ഇത് അവിടെ ഉണ്ട് കേട്ടോ വാഴ. കപ്പയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം അത് ഇൻസുലിൻ വാഴയാണ്. എല്ലാം ചെയ്യിച്ച് കഴിഞ്ഞ് പപ്പയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പപ്പയ്ക്ക് തന്നെ വയ്യ ചെയ്യാനായിട്ട് ആളെ നിർത്തി വയ്യാറണം. ആളെ നിർത്തി ചെയ്യിക്കാന്ന് വെച്ചു. ഇതാണ് ഇപ്പോഴത്തെ പറമ്പിൻ്റെ അവസ്ഥ. അത് നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ഈ പറമ്പിൽ എന്തുമാത്രം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നുള്ളത്. പക്ഷെ ഇപ്പം നമുക്ക് അറിയാമല്ലോ, വേനൽ കടുത്തു കഴിഞ്ഞാൽ വെള്ളമൊഴുക്ക് ഭയങ്കര പാടാണ്. ഇവിടെ വരെ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കാമെന്ന് പറയുന്നത് ഇത്തിരി കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. പിന്നെ അത് പിടിച്ചു കിട്ടാനും ഇത്തിരി പാടാണ്. അതാണ് വേറൊരു കാര്യം. പിന്നെ അവിടെ എല്ലാം ഇത് നമ്മുടെ ബഡ് പ്ലാവാണ് കേട്ടോ. ഇത് ബഡ് പ്ലാവാണ്. ഇത് ഇതുവരെ കായ്ച്ചില്ല കേട്ടോ. കഴിച്ചിട്ടില്ല. ഇത് വാഴയാണ്. പിന്നെ അവിടെ പ്ലാവുണ്ട്. പ്ലാവേൽ കയ്യുമുണ്ട്. നിറച്ച് ചക്കയുണ്ട്. പക്ഷേ ഇടാൻ പാടാണ്. വലിയ മുത്തശ്ശിപ്ലാവുണ്ട്. അത് കണ്ടോ? അതും ഉണ്ട്. കണ്ടില്ലേ? അങ്ങ് തുഞ്ചത്തൊക്കെ ചക്ക കിടക്കുന്ന കണ്ടില്ലേ? പക്ഷെ എന്ത് ചെയ്യാൻ, ഇടാൻ പാടാണ്. നമുക്ക് നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. അത് വരിക്കായിരുന്നു കുഴിയായിരുന്നു അമ്മ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയായിരുന്നു. പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഇവിടെ പോയി കേട്ടോ. ഇവിടത്തേത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മുകളിലുണ്ട് ഒരു തെങ്ങുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കുഞ്ഞ് കൃഷികളും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ വെള്ളരി കുഴിച്ചിട്ടിട്ടുണ്ട്. വെള്ളരി കെത്തു. പിന്നെ ഇവിടെ 2 കൂട് നിത്യവഴുതനയുണ്ട് കേട്ടോ. ഇത് ഞാൻ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണേ. സൂസൻസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച നിത്യവഴുതനയുടെ വിത്താണേ. അപ്പോൾ അതും കിളുത്ത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഈയിടയ്ക്ക് കുഴിച്ചിട്ടതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ കുറച്ചുകൂടെ ആയേനെ. ഇനി ഇവിടെ പാവയ്ക്ക കുത്തിയിട്ടിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ചെറിയൊരു വീഡിയോ ആണ്. കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ. അതുകൊണ്ട് പിന്നെ ഒരു വീഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഇന്നിട്ടതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ നോക്കുക കേട്ടോ. ഷെയർ ചെയ്യാൻ മാത്രമൊന്നും ഇല്ലയെന്നറിയാം. എന്നാലും ഒരു തുരയ്ക്ക് നമ്മൾ പറയുമല്ലോ. ഇവിടെ വെണ്ടയും നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ എങ്ങനെ അമ്മ ടാറ്റ പറയുമല്ലേ? ടാറ്റാ.